മനസ്സിലാക്കണ്ട സാറേ. എന്റെ ദൈവമേ, എന്റെ മനസ്സ് തുറന്ന് ഞാൻ എങ്ങനെ ഇവരെ കാണിച്ചു കൊടുക്കും? എനിക്ക് ഇത്രയും വേദനയും പരീക്ഷണങ്ങളും തരാൻ ഞാൻ എന്ത് തെറ്റാണ് ഭഗവാനെ ചെയ്തത്? മഹാദേവൻ, അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. സർ. ഇതൊരു മരിച്ച വീട് പോലെ ഉണ്ടല്ലോ. ഇത് കാണാനല്ലേ നീ ഏകാദശി നോറ്റത്? ഏകാദശി ഒന്നും നോറ്റില്ല, ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിച്ചു. ദേ നിന്റെ പഴയ ഭർത്താവ് വന്നു. അവൻ പഴയതാണെന്ന് ആര് പറഞ്ഞു? പാമ്പും പഴയത് തന്നെ നല്ലത് അല്ലേ? നീ വന്ന കാലം നിൽക്കാതെ കുറച്ചേറെ ഇവിടെ ഇരിക്ക്. നീ എന്തായാലും ഒരു മഹാകാര്യം ചെയ്തിട്ട് കയറി വന്നല്ലേ. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് സ്വന്തം വല്യമ്മാവനെ അറസ്റ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നു. ഭസ്മാസുരന് വരം കൊടുത്തുപോലായി പോയി ഇവന്റെ പോലീസ് ഉദ്യോഗം. അത് നേടിയെടുക്കാൻ ആരൊക്കെ കഷ്ടപ്പെട്ടോ അവരുടെ തലക്ക് തന്നെ നീ പ്രത്യുപകാരം കൊടുത്തു. നന്ദികേടാണല്ലോ ഇവന്റെ ജീവിത പുസ്തകം നിറയെ. പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? മുത്തശ്ശി, വ്യക്തമായ കാര്യങ്ങൾ അറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത്. എന്താണ് നിനക്ക് ഇത്രയും വ്യക്തമായ കാര്യങ്ങൾ? ജയേട്ടൻ നിന്റെ വല്യമ്മാവനോ അമ്മായി അച്ഛനോ ആണെന്നുള്ള കാര്യം നീ വിട്ടുകളയും. ജയേട്ടൻ ഇങ്ങനൊരു ദുഷ്ടത്തരം ചെയ്യുന്ന അങ്ങേരുടെ ശത്രുവായ ഇന്ദ്രജ പോലും പറയില്ല. പോലീസുകാരല്ലേ, വിശ്വസിക്കാൻ പറ്റില്ല ചില പോലീസുകാരെ. ഇനി ഇന്ദ്രജമ്മായി പറഞ്ഞിട്ട് മരുമകൻ ചെയ്താണോന്ന് ആർക്കറിയാം? മീനാക്ഷി, ഇന്നിവിടെ അടി പൊട്ടും. ഒരടിയും പൊട്ടില്ല. ഇവനൊരു മണ്ണുണിയാ. ഭാര്യ തുറിച്ചു നോക്കിയാ വിറയ്ക്കും. ഞാൻ സംശയിച്ചത് സത്യം തന്നെയാ. എന്ത് തെളിവുണ്ടായിട്ടാ എന്റെ അച്ഛനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? അവന് ആദർശധീരനായ ഒരു ആന്റി കറപ്ഷൻ ACP തെറ്റ് കണ്ട ക്ഷമിക്കില്ല. കുറ്റക്കാരാണെന്ന് കണ്ടാൽ ആരും കയറി അങ്ങ് അറസ്റ്റ് ചെയ്യും. മീനാക്ഷി, താനിങ്ങനെ എന്നോട് പിണങ്ങാതെ. എനിക്കാരോടും പിണക്കവും ഇല്ല ഇണക്കവും ഇല്ല. താനൊന്ന് സമാധാനപ്പെടാനാ ഞാൻ പറഞ്ഞത്. എന്റെ അച്ഛൻ സബ് ജയിലിൽ കിടക്കുമ്പോ ഞാനെന്താ നിങ്ങളോട് തമാശ പറഞ്ഞ് രസിക്കണോ? എന്റെ അച്ഛൻ എന്റെ ജീവന്, ആ ജീവന് ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ കിടക്കുന്നത്. എന്റെ അച്ഛന് നിങ്ങൾക്ക് വിലയില്ലായിരിക്കും, പക്ഷെ എന്റെ അച്ഛൻ എനിക്ക് വലിയ ആള് തന്നെയാ. മീനാക്ഷി, വല്യമ്മാവൻ കുറ്റക്കാരൻ തന്നെയാ. അതുകൊണ്ടാ ഞാൻ അറസ്റ്റ് ചെയ്ത് കോർട്ടിൽ ഹാജരാക്കിയത്. എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറയരുത്. എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് അല്പം മുൻപ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് മീനാക്ഷി. ആ മായമ്മയോടൊപ്പം 2 പ്രാവശ്യം സംശയാസ്പദമായ രീതിയിൽ ഞാൻ വല്യമ്മാവനെ കണ്ടതാ.
നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അച്ഛനെ ഞാൻ അവിശ്വസിക്കില്ല. എന്റെ അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം. പണം കൊടുത്തു പോലും. എന്റെ അച്ഛൻ ഒരു പരോപകാരിയ. ആരുടെ വിഷമം കണ്ടാലും അച്ഛൻ അവരെ സഹായിക്കും. അത് വ്യക്തമായിട്ട് എനിക്കറിയാം. അവർക്ക് ഇത്തിരി പൈസ കൊടുത്തതൊക്കെ നിങ്ങൾ ഇത്ര തെറ്റായിട്ട് കാണുന്നത് എന്തിനാ? എല്ലാ തെളിവുകളും വല്യമ്മാവനെതിരായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ ഏറ്റവും വലിയ തെളിവ് വല്യമ്മാവന്റെ വാച്ചായിരുന്നു. എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഏറ്റവും വലിയ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ആ തെളിവ് നിങ്ങൾ മറന്നുപോയി. എന്ത് തെളിവ്? നിങ്ങളുടെ വല്യമാമൻ എന്ന തെളിവ് തന്നെ. കുട്ടിക്കാലം മുതൽ നിങ്ങൾ കണ്ടു വളർന്ന ചെമ്പകമംഗലത്തെ ജയരാമൻ എന്ന വലിയ തെളിവ്. ആ മനുഷ്യന് ഒരു ഈച്ചയെ പോലും കൊല്ലാനാവില്ലെന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവ് പോലും നിങ്ങൾക്കില്ലെങ്കിൽ ഈ കാക്കയോട് നിങ്ങൾ കാണിക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹം. നിങ്ങൾ രാജിവെച്ച് വേറെ വല്ല പണിക്കും പോണം. മീനാക്ഷി, ഇവിടെ ഇടിയും മഴയും തുടങ്ങി. തുടരെ തുടരെ 3-4 വെള്ളിടി വെട്ടണം. തമ്മിലടിച്ച് 2 എന്നേക്കുമായി പിരിയണം. എന്റെ അച്ഛന് ദൈവം ഒത്തിരി പരീക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെയാ. അച്ഛൻ നിരപരാധിയാണെന്ന് ഞാൻ കോടതിയുടെ മുൻപിൽ തെളിയിക്കും. അതിലൊരു സംശയവും വേണ്ട. മീനാക്ഷി, ആ മായമ്മയെ കൊന്നത് വല്യമ്മാവൻ തന്നെയാ. മിണ്ടരുത് നിങ്ങള്. അത്രടം വരെ ആയോ? ഞാനൂലും 10 വിടർത്തുന്നു. അവൻ ചാടി അടിക്കടി. മീനാക്ഷി, നീ പരിസരം മറന്ന് സംസാരിക്കുന്നു.